ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ചോദിക്കാണ്. യൂട്യൂബേഴ്സിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടോ? കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതെന്താ യൂട്യൂബേഴ്സ് മനുഷ്യന്മാരല്ലേ? എനിക്കെന്താ യൂട്യൂബേഴ്സിനോട് പ്രശ്നം? ഞാൻ യൂട്യൂബർ അല്ലേ? യൂട്യൂബറിന് എന്ത് ഞാൻ മാറ്റി നിർത്തുന്നില്ല. ചേച്ചി ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അതായത് യൂട്യൂബേഴ്സിൽ ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പോൾ അതിൽ അസ്ല കൊടുത്ത മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. യൂട്യൂബേഴ്സ് എന്താ മനുഷ്യരല്ലേ, അവരോട് എനിക്ക് ചങ്ങാത്തം കൂടി എന്താ പ്രശ്നം എന്ന രീതിക്കാണ് അസ്ല മറുപടി കൊടുത്തത്. ഇതിലേക്കാണ് ഈ ചേച്ചി ഈ ചോദ്യത്തിനെ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്ലാം മാർലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സെക്ഷൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അസ്ലാം മാർലി. കുറേ അധികം കാലങ്ങളായിട്ട് യൂട്യൂബിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. റീസെൻ്റായിട്ട് അവരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം 1-2 വർഷമായെന്ന് തോന്നുന്നു മാരേജ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണ്. സോ അതുമായിട്ട് കണക്ട് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നിയ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, യൂട്യൂബേഴ്സ് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പം അസ്ലാം മറുപടി പറഞ്ഞത്, അതിനെന്താ പ്രശ്നം, യൂട്യൂബേഴ്സ് ആയിട്ട് കമ്പനി കൂടി എന്താ കുഴപ്പം? പക്ഷേ ഈ ചോദ്യം എവിടേക്കാണ് ലീഡ് ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കേണ്ട വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം അസ്ലാം മാർലിയും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഈ വിഷയം വരുന്നത്. പക്ഷെ ഞാൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്യാനോ സംസാരിക്കാനോ പോയിട്ടില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് എന്താണെന്നുള്ള ധാരണ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. പക്ഷെ ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തു. അതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങൾ പല റിയാക്ഷൻ വ്ളോഗേഴ്സിന് ഉണ്ടായി. പലരുടെയും ചാനലുകൾ അടിച്ചുപോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു അസ്ലയും ജാസ്മിനും തമ്മിലുള്ള വിഷയം. ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഏകദേശം 1 വർഷത്തിനും 1.5 വർഷത്തിനും മേളിലായി ഈ സംഭവം കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ചാനലിനകത്ത് എന്തിനാണ് ആ ഒരു ചോദ്യം വീണ്ടും കൊണ്ടിട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ചോദിക്കാണ്. യൂട്യൂബേഴ്സിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടോ? കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതെന്താ യൂട്യൂബേഴ്സ് മനുഷ്യന്മാരല്ലേ? എനിക്കെന്താ യൂട്യൂബേഴ്സിനോട് പ്രശ്നം? ഞാൻ യൂട്യൂബർ അല്ലേ? യൂട്യൂബറിന് എന്ത് ഞാൻ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയല്ല എന്ന് വെച്ചാല് ഓക്കെ, ഇത് കൂടുതലും നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഉറപ്പായിട്ട് യൂട്യൂബിൽ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. എന്ന് വെച്ചാൽ എന്നും കാണുന്നില്ല, എന്നും വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വളരെ നല്ല സുഹൃത്തുക്കൾ യൂട്യൂബിൽ എനിക്കുണ്ട്. എന്റെ ഇപ്പൊ സ്കൂളും കോളേജും അല്ലെങ്കിൽ എന്താ പറയാ യൂട്യൂബ് അല്ലാതെ ഇപ്പം ഞാൻ ഇപ്പൊ UK എനിക്ക് കുറച്ച് ബഞ്ച് ഓഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ ചിലപ്പോൾ ഡെയിലി വിളിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ഒരു ഡെയിലി കോൺടാക്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാലും എനിക്ക് ഡെയിലി കോൺടാക്ട് ഉള്ള കുറച്ച് യൂട്യൂബിൽ കുറച്ച് നല്ല സൗഹൃദങ്ങളും എനിക്കുണ്ട്. ഈ ചോദ്യം കേട്ടപ്പോൾ, അതായത് ഈ ഇന്റർവ്യൂവർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, യൂട്യൂബിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂട്യൂബിൽ ആരെങ്കിലും ഒരാളുമായിട്ടെങ്കിലും നമുക്ക് ഒരു കമ്പനി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് മനുവിനോട് നല്ല കമ്പനിയാണ് എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുമായിട്ട് കമ്പനി ഉണ്ടാവും. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജാസ്മിനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പോൾ അവർ തമ്മിൽ കോൺടാക്ട് ഇല്ലെന്നാണ് അസ്ല പറയുന്നത്. അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ചേച്ചി ചോദിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം, യൂട്യൂബിൽ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ച ആ ചോദ്യം എവിടേക്കാണ് ലീഡ് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കി ഭാഗം ഒന്ന് കേൾക്കാം. ഈ ഒരു ടൈമിൽ ചോദിക്കുക, ജാസ്മിനായിട്ട് ഇപ്പോൾ കോൺടാക്ട് ഉണ്ടോ? ഇല്ല, കോൺടാക്ട് ഇല്ല. എങ്ങനെ ഇരിക്കണു? ഇവർക്ക് അറിയേണ്ടത് ആ ഒരു വിഷയമാണ്. ഇപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചു, ജാസ്മിനുമായിട്ട് കോൺടാക്ട് ഉണ്ടോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അസ്ല ഒരു മറുപടി പറയണം. അസ്ല മറുപടി പറയുന്നതിൽ നിന്നൊരു വിഷയം ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി ചോദിച്ചൊരു ചോദ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് എന്റെ ചിന്തയാണ്, എന്റെ തോന്നലാണ്. ശരിയാവണമെന്നില്ല, ശരിയാകാം, ശരിയാവാതിരിക്കാം. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 1.5 വർഷമായി ആ പ്രശ്നം കഴിഞ്ഞു. ഇവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടോ ഇല്ലയോ ഡസന്റ് മാറ്റർ. അതിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ജാസ്മിനായിട്ട് കോൺടാക്ട് ഉണ്ടോ, എന്തായിരുന്നു ആ പ്രശ്നം എന്നൊക്കെ വീണ്ടും അതിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് മനസ്സിലാവാത്തത്. ഇതിന് അസ്ല കൊടുക്കുന്ന മറുപടി ഉണ്ട്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ പേര് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അസ്ലയ്ക്കെതിരെ സംസാരിക്കുന്നുമുണ്ട്. അന്ന് ജാസ്മിന്റെ എന്തോ കാര്യങ്ങൾ അസ്ല ആരോടോ പറഞ്ഞോ, ആ വിഷയം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമായി പോയി ഈ ഇന്റർവ്യൂവർ ചോദിച്ചത്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അണഞ്ഞിരിക്കുന്ന ഒരു തീനെ വീണ്ടും മറ്റേ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പോലെയാണ്. ഇതിനകത്ത് അസ്ല ഒരു മറുപടി പറയണം, അത് വിവാദമായി മാറണം, പിന്നെ ജാസ്മിൻ അതിന് മറുപടിയുമായിട്ട് വരണം. എന്തിനാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ അസ്ല കൊടുത്ത മറുപടി, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ആ മറുപടി ഒന്ന് കേൾക്കാം. ഇല്ല ജാസ്മിൻ, ആ ഒരു ടൈമിൽ ഗ്ലാമി ഗംഗ ആ ടൈമിലൊക്കെ നിങ്ങൾ അത്യാവശ്യം ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ വന്നിട്ട്, അതായത് അപ്പം അതിനുശേഷം ഒരു പാച്ചപ്പോ അങ്ങനെയൊന്നും ഗംഗനായിട്ട് കോൺടാക്ട് ഉണ്ട്. ഗംഗനായിട്ട് ഇപ്പൊ ഇന്നലെയും കൂടി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗംഗനായിട്ട് കോൺടാക്ട് ഉണ്ട്. ജാസ്മിനായിട്ട് കോൺടാക്ട് ഉണ്ട്. ജാസ്മിനായിട്ട് കോൺടാക്ട് ഇല്ല. ഇപ്പം ഈ അടുത്ത് ജാസ്മിന്റെ മെക്സിന്റെ മാരേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. ചേച്ചിക്ക് അവിടെ കൊണ്ട് മതിയാവുന്നില്ല. ചേച്ചി ഒന്നുകൂടി ഹെഡ് ചെയ്യാൻ നോക്കുകയാണ് അടുത്തൊരു ചോദ്യത്തിലൂടെ. അതൊരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കല്യാണം എന്താണ്, ആരുടെ കല്യാണമാണ്, അതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നോക്കാം. ഇപ്പൊ എന്താ തോന്നിയത് എന്ന് വെച്ചാല് കണക്റ്റഡ് ആയിട്ടിരുന്നു എന്നുള്ളൊരു ആ വ്യക്തിയുടെ മാരേജ് ഉണ്ട്. എനിക്കെന്ത് തോന്നാൻ, എന്റെ എക്സ് ഒന്നും ഇല്ലല്ലോ, എനിക്കറിയില്ല. ആറ് മാരേജിനെ കുറിച്ചിട്ടാണ് എനിക്കറിയില്ല എക്സ് എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ യൂട്യൂബ് തമ്മിൽസ് കണ്ടിട്ട് വെച്ചിട്ടുള്ള ഞാൻ പറയും, ആളുടെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കെന്ത് തോന്നാനാ? ഞാൻ ഒരാളുടെ കല്യാണം
ആ ഫോട്ടോ കണ്ടിട്ട് എന്ത് തോന്നാനാ? ഒരു കല്യാണം കൂടി, ജോസ്മിന്റെ എക്സ് ആണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? അയാൾ കല്യാണം കഴിച്ചു, അതിന്റെ ഫോട്ടോ അസ്ല കണ്ടു, അതിൽ പ്രത്യേകിച്ച് എന്ത് തോന്നാൻ? അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ലൂപ്പ് കിട്ടിയാൽ അവിടേക്ക് അങ്ങ് ഇടിച്ച് കയറാമല്ലോ, ഒരു വിവാദം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യുക. കാരണം അസ്ലയുടെ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അതിനകത്ത് ജാസ്മിന്റെ വിഷയം എടുത്തിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അസ്ലയുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ അസ്ലയുടെ മാരേജിന്റെ കാര്യം, അസ്ലയുടെ ലൈഫിനെ കുറിച്ചും അസ്ലയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിച്ചു വരികയാണ്. അവിടെ പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുമായിട്ടുള്ള കോൺടാക്ട് എന്താണ് എന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നുകിൽ ജാസ്മിന്റെ പേരിട്ടാൽ മാത്രമേ ഇവർക്ക് വ്യൂസ് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതൊരു വിവാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിരിക്കാം. അസ്ല ഇപ്പം എന്തെങ്കിലും പറയണം, ചിലപ്പോൾ ജാസ്മിനോട് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജാസ്മിനെ കുറിച്ച് ചിലപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ, ഈവൻ ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം, അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ചോദ്യമായിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഫീൽ ചെയ്തത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം, ബാക്കി കേൾക്കാം. നിങ്ങളെ കാണുന്ന പോലെ തന്നെ ഞാൻ വീഡിയോസ് ഇരുന്ന് കണ്ടു, സാധനങ്ങൾ കണ്ടു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അതിൽ കണ്ടിട്ട്. ജസ്റ്റ് ചോദിക്കട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും, പിന്നെ ഒരു പാച്ചപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ? അങ്ങനെയാണോ? അവർക്ക് പാച്ചപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആവണോ എന്ന് അവരുടെ ഇഷ്ടമല്ല. അവർ വൺസ് ബ്രേക്കപ്പ് ആയി തിരിച്ചവർക്ക് പാച്ചപ്പ് ചെയ്യാൻ തോന്നിയില്ല, അപ്പൊ വീണ്ടും വീണ്ടും ഇവർ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് സത്യം. നോക്കാം എന്താണ് അസ്ല കൊടുക്കുന്ന മറുപടി എന്നുള്ളത്. ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ എത്രത്തോളം മുറിവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവം, അത് വെച്ചിരിക്കും നമ്മൾ പിന്നീട് കോൺടാക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അല്ലാണ്ട് കോൺടാക്ട് ചെയ്യില്ല എന്നുള്ളതല്ല, കോൺടാക്ട് ചെയ്യോ ഇല്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്താണോ ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അതേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ആ വ്യക്തി എന്റെ ജീവിതത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം തോന്നിയെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ കോൺടാക്ട് ഞാൻ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്തത്തൂല്ല. അതല്ല എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞ് തോന്നുവാണ് ഓക്കെ ഇന്ന ആളായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യണം, ഓഫ്കോഴ്സ് ഞാൻ കോൺടാക്ട് ചെയ്യും. അസ്ലക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ട് സ്ട്രീം എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കത്തക്ക രീതിയിൽ. കാരണം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെക്കാൾ ഉപരി ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾ അസ്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രത്തോളം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അതിന്റെ ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലിമിറ്റ് ഇല്ല. നമുക്ക് ആ നമുക്കൊരു സന്തോഷം അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റും, സ്കെയിൽ ഇട്ടിട്ട് ഇത്രയാണ് എന്റെ സന്തോഷം, അതേപോലെ തന്നെയാണ് വിഷമം എന്നും പറയണത്. എന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ ഒരു ബന്ധം വന്നെന്ന് വെച്ചിട്ട് ആ ബന്ധം മരണം വരെ എന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. അതിപ്പോ എന്റെ ഈവൻ എന്റെ രക്ത ബന്ധമാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്, മാറും കാര്യങ്ങൾ. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ചെറുപ്പം തൊട്ടേ ഞാൻ എന്റെ മനസ്സിൽ പഠിപ്പിച്ചൊരു കാര്യം തന്നെ, മനുഷ്യന്മാർ സീസൺസ് പോലെയാണ്. അവരുടെ ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും, എന്റെയും ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും, എന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ ഞാൻ ഒരാൾക്ക് ഒരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ആ ആൾക്കും വ്യത്യാസം വരും, ആൾക്കും ചേഞ്ച് വരും. അത് ഞാൻ അതെന്താണെങ്കിലും ഞാൻ താങ്ങാൻ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ജീവിക്കണ്ടേ. തീർച്ചയായിട്ടും ഇതിൽ അസ്ല പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു 10 വർഷം മുൻപുള്ള നമ്മുടെ സുഹൃത്തുക്കളായിരിക്കില്ല ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. എന്നാൽ 10 വർഷം മുൻപുള്ള അതേ സുഹൃത്തുക്കൾ ഇപ്പോഴും കൂടെയുള്ള ആൾക്കാരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂ അവരായിട്ട് ചോദിച്ച ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഈ ചാനലിന്റെ ഭാഗത്തുനിന്ന് ചോദിപ്പിച്ച ചോദ്യവും ആവാം, കാരണം ചാനലിന്റെ റീച്ചിന് വേണ്ടി. പക്ഷെ ഒരിക്കലും ഒരു സാഹചര്യത്തിലും കഴിഞ്ഞുപോയ കാര്യം, ഒരു പക്ഷേ അസ്ല ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരിക്കാം ഇവർ തമ്മിലുള്ള ആ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലാണ് ഇവർ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പിലുള്ള ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇവർ ഒന്നിച്ചില്ല. അവരുടെ വഴിക്ക് രണ്ട് വഴിക്ക് പോവാണ്. രണ്ടുപേരും രണ്ട് ലൈഫിലേക്ക് മാറി. ജാസ്മിൻ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഷോയ്ക്ക് പോയി. അതിനുശേഷം ജാസ്മിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ജാസ്മിന്റെ വഴിക്ക് ജീവിക്കുന്നു. അസ്ല മാരേജ് കഴിഞ്ഞു, ഹസ്ബൻഡും ആയിട്ട് സുഖമായിട്ട് ഇപ്പോൾ പ്രഗ്നന്റുമായി അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടി കോൺട്രവേഴ്സി വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു വിഷയത്തിൽ. അസ്ലയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് പറയിപ്പിക്കുക. അസ്ല ആദ്യമേ പറഞ്ഞു എനിക്ക് കോൺടാക്ട് ഇല്ല, ഞാൻ അവരുടെ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ട വിഷയമാണ്. പക്ഷെ പിന്നെയും അടുത്തൊരു ചോദ്യം ഇട്ടുകൊടുത്ത് പുഷ് ചെയ്ത് നോക്കുകയാണ്. എങ്ങാനും ഒരു വാചകം കിട്ടിയാലോ, ഞാൻ വീണ്ടും പറയുവാണ്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം ചിന്തയിൽ വന്നൊരു കാര്യമാണ്, എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നുന്നത് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും അത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിലുള്ള തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം, ശരിയാണെങ്കിൽ യോജിക്കാം. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.